നമസ്കാരം. തുടങ്ങാം. ധിം തരികിടധോം. രാഷ്ട്രീയ കളിയാട്ടത്തിന് തിരശ്ശീല ഉയരുന്നു. രാഷ്ട്രീയം സാധ്യതകളുടെ കല എന്നാണ് പറയാറ്. അതായത് നമ്മുടെ യുവജനോത്സവത്തിൽ കുട്ടികൾ മാറ്റുരയ്ക്കുന്ന കലാവിദ്യ പോലെ തന്നെ രാഷ്ട്രീയത്തിലുമുണ്ട് ഇത്തരം ജനകീയ ഉരകല്ലുകളിലെ മാറ്റുരയ്ക്കൽ. വിധികർത്താവും വിജയിയും മത്സരവും അപ്പീലും പരാതിയും എല്ലാം ഉണ്ടാകും. തങ്ങളുടെ നയപരിപാടികളും രാഷ്ട്രീയ നിലപാടും ജനങ്ങളിലെത്തിക്കുക എന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങളുമായി നാഭീനാള ബന്ധം സൂക്ഷിക്കേണ്ടവരാണ് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും. അതുകൊണ്ടാണ് ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും ജനങ്ങൾ നൽകുന്ന ഗോത്ര തലപ്പാവുകൾ ധരിക്കുകയോ അവരോടൊപ്പം നൃത്തം വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത്. കലാകാരന്മാരായ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയക്കാരായ കലാകാരന്മാരും നമുക്കുണ്ട്. പറഞ്ഞു വന്നത് കല രാഷ്ട്രീയത്തിന് അന്യമല്ലെന്നും രാഷ്ട്രീയം ഒരു കല തന്നെയാണെന്നുമാണ്. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ രംഗത്തെ കലാപ്രകടനങ്ങളെയും പ്രകടനപരത ആരോപിക്കാവുന്ന രാഷ്ട്രീയ മുഹൂർത്തങ്ങളെയും ഒരു കലാമാമാങ്കത്തിൻ്റെ അരങ്ങിൽ എത്തിക്കുന്നു ധിം തരികിടധോം. സൂക്ഷ്മമായ അന്തർധാര രാഷ്ട്രീയം തന്നെ. തുടങ്ങാം രാഷ്ട്രീയ കളിയാട്ടം. കലാസ്നേഹികളെ, ഗുരുക്കന്മാരെ, കൊലപാതകത്തിലും ഹർത്താലിലും പേടിച്ചരണ്ട കുരുന്നുകളെ, നല്ലവരായ നാട്ടുകാരെ, അപ്പീലുകളുടെ പ്രളയമില്ലാത്ത, സമ്മാന മാഫിയ ഇല്ലാത്ത, ചാനൽ സ്റ്റുഡിയോകളുടെ ബഹളമില്ലാത്ത, നൃത്താധ്യാപകരെയും രക്ഷകർത്താക്കളെയും അടുപ്പിക്കാത്ത ഒരു ക്ലീൻ കലോത്സവത്തിന് തിരശ്ശീല ഉയർന്നു കഴിഞ്ഞു. മണ്ണെടുത്തു മരിക്കാറായ നമ്മുടെ നദികളുടെയും മാലിന്യവാഹിനികളായി ഒഴുകുന്ന പുഴകളുടെയും പേരിട്ടിരിക്കുന്ന 10 വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യം വേദി 1 ഗാനാലാപന മത്സരമാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 000. ഗാനാലാപന മത്സരമാണെങ്കിലും മത്സരാർത്ഥിയായ ഉഴവൂർ വിജയൻ അവതരിപ്പിക്കുന്നത് വെറും പാട്ടുപറച്ചിൽ. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിനിടമില്ല. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമട കായലിൽ പോയി. ഒരറിയിപ്പ്: ഗാനാലാപന മത്സരത്തിന് പേര് തന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും വേദിക്ക് പിന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോഴൊഴുകിടാതെ. പ്രത്യേകിച്ചും ഊട്ടുപുരയിൽ കറങ്ങി നടക്കുന്ന മത്സരാർത്ഥികൾ ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ. അടുത്തത് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. ലെവൻ പാടുന്നു, നീ പാടുപെടും. അറബി പദ്യം ചൊല്ലലാണോ മാപ്പിള ഗാനാലാപനമാണോ എന്ന് നിശ്ചയമില്ലാത്ത ഒരു ഇനവുമായി കോഴിക്കോട് സ്കൂളിൽ നിന്ന് ഈ വർഷം TC കിട്ടിയ കുട്ടി KC അബു. വാല് പിടിച്ചൊരു പുലിയച്ചൻ, പുലി വാല് പിടിച്ചൊരു നായരച്ചൻ, നടുവിൽ നട്ടം തിരിഞ്ഞ് നമ്മൾ ഹലാക്കിലായി ചെങ്ങാതി എന്ന് പറയുന്ന പോലെ വാല് പിടിച്ചൊരു മോടിയച്ചൻ, മോടി പിടിച്ചൊരു പുലിയച്ചൻ, നടുവിൽ നട്ടം തിരിഞ്ഞ് നമ്മൾ ഹലാക്കിലായി ചെങ്ങാതി എന്ന അവസ്ഥയാണ് രാജ്യത്തുള്ളത്. വേദി 2 സമൂഹ ഗാനം പുരോഗമിക്കുന്നു. MK മുനീർ ആൻഡ് ടീം. സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്നം. ഇന്ദ്രരത്നം. കണ്ണുകൊണ്ടുകൂടാത്തവൻ ആനയെ തപ്പിയ പോലെ ആയിപ്പോയി. വേദി 3 പദ്യം ചൊല്ലൽ.
മറ്റുള്ളവരുടെ കവിതയും സ്വന്തം കവിതയും ആഴ്ചതോറും ചൊല്ലി മലയാള സാഹിതിയെ പരിപോഷിപ്പിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിടുക്കനായ വിദ്യാർത്ഥി ജി സുധാകരൻ. ഉണ്ണി മകനെ മനോഹര, നീ എങ്ങുപോയുണ്ണി, നിന്നെ തിരയുന്നു താതൻ ഭൂമിയിലെല്ലാ സുഗമ്യ സുഷിര അഗമ്യതലത്തിലും കണ്ടുകിട്ടാതലയുന്നു താതൻ. നിന്നെ വിളിക്കുന്നു മാതാവ് കേൾക്കുവാനാകാതെയുണ്ണി മകനെ എവിടെയാണെങ്ങു നീ, നിന്നെ പിരിഞ്ഞാൽ അതല്ലാതെ എന്തു സുഖം, മൃതിയല്ലോ സുഖം സുഖദായകം, ആയതു വന്നു ചേർന്നിടും തനിയെ ദുഃഖത്തിൻ്റെ ശ്രേണിയിൽ ശബ്ദവിഹീനമായി ശാന്തമായി. ചെങ്ങന്നൂർ കലോത്സവത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും അപ്പീലുമായി കണ്ണൂരിലെത്തിയ മത്സരാർത്ഥി കൈരളിയെ സ്തുതിക്കുന്ന ഗാനാലാപന മികവുമായി. കേരളം 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 കേൾവി കേട്ടുള്ളൊരു കേരളം, കേരളം 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 കേൾവി കേട്ടുള്ളൊരു കേരളം, പണ്ഡിത് കേദാരമായിരുന്നു, കേളികൊട്ടില്ല കിളിപ്പാട്ടുമില്ല കേരമരങ്ങളുമില്ല, കേളികൊട്ടില്ല കിളിപ്പാട്ടുമില്ല കേരമരങ്ങളുമില്ല. മത്സരാർത്ഥികളുടെ ബാഹുല്യം മൂലം വേദി 4-ൽ തിരുവാതിര വളരെ വൈകിയും തുടരുകയാണ്. കൊല്ലം റവന്യൂ കലോത്സവത്തിൽ നിന്ന് വിജയികളായി എത്തിയ ബിന്ദു കൃഷ്ണ ആൻഡ് ടീമിന്റെ തിരുവാതിര. പരമേശൻ തനയന ഗണപതി തുണ ചെയ്യുവാൻ പ്രണമിക്കുന്നേ, പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വരഞ്ഞു, പാർവണേന്ദുമുഖി പാർവതി തിരുവാതിരക്കളിയിൽ പരീക്ഷണ ആഭിമുഖ്യവുമായി ഇളമക്കര കുട്ടികളുടെ പ്രതിഷേധ തിരുവാതിര. ബഹുമാന്യ സരസിന് ഇടപ്പള്ളി സിസ്റ്റേഴ്സിന്റെ വന്ദനം. ഇളമക്കര പൊറ്റക്കുഴി ഫ്രീഡം റോഡ് പൊട്ടിപ്പൊളിഞ്ഞു വികൃതമായി, നന്നാകുന്നില്ല മേയർ സാറ് സന്നദ്ധയല്ല, ചർച്ചയ്ക്കു പോയി ഫലമില്ല തട്ടിക്കളിച്ചു, പലവട്ടം റോഡ് പൊളിച്ചു, പൊളിച്ചതിൽ ഫണ്ടു മറിച്ചു, ജനങ്ങള് കഷ്ടത്തിലായി. നൃത്ത ഇനങ്ങളിൽ അടുത്ത ഇനം സംഘനൃത്തമാണ്. ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുകയല്ല, ഇവിടെ നൃത്തം ചെയ്യുകയാണ്. വേദി 5-ൽ മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും വശമുണ്ട്. മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളികുത്ത. നാടോടി നൃത്ത മത്സരവേദിയിൽ അടുത്ത ടീമിനെ നയിക്കുന്നത് പെരുമ്പാവൂർ MLA-യും സർവകലാ വല്ലഭനുമായ എൽദോസ് കുന്നപ്പള്ളി. മോണോ ആക്ടിൽ അസാധു നോട്ടുകിലുക്കത്തിന്റെ ബലത്തിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് മത്സരിക്കാനെത്തിയ മത്സരാർത്ഥിയുടെ മാസ്മരിക പ്രകടനമാണ് ഇനി. നോട്ട് ചോദിച്ച് ATM-കളിൽ ക്യൂ നിന്നവരെ പോലും കരയിപ്പിച്ച പ്രകടനം. देश के लिए छोड़ा. വികാര നൗകയുമാ തിരമാലകളാടിയുലഞ്ഞു
എന്നാലും കാശ് ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചിട്ടത് ശരിയായില്ല. മാഷന്റെ സെന്റിമെന്റ്സ് കയറിയാ പിടിച്ച. ഇനി ജനകീയ കലയായ മിമിക്രിയുടെ അരങ്ങ്. വേദി 8-ൽ പല്ലുവരെ തെറിച്ചു പോകുന്ന പ്രകടനവുമായി ഉഴവൂർ സ്കൂളിലെ കുട്ടി. മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾക്ക് അധികകാലം മുൻപോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ മുഖത്തു നോക്കി പറയും, മോഹൻലാൽ പറഞ്ഞതുപോലെ വഴി മാറടാ മുണ്ടക്കൽ ശേഖരം എന്ന വർത്തമാനം. വഴി മാറടാ മുണ്ടക്കൽ ശേഖരം. ശബ്ദ അനുകരണ കലയിൽ കൊടുമുടി കയറുന്ന പത്തനാപുരം സ്കൂളിലെ വിദ്യാർത്ഥി KB ഗണേഷ് കുമാർ. കാണിച്ചു വെച്ചൊരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് മാധ്യമക്കാരെ എന്താ സുരേഷ് ഒരു തോളിലൊക്കെ അടിച്ച്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു എന്താ ഇയാൾ ചിരിക്കുന്നത് ചോദിച്ചാൽ ഞാൻ വളിപ്പ അവന്റെ മുഖത്തുള്ളത്. ഞാനൊരു സിനിമ നടനാ, എനിക്ക് കണ്ടാൽ അറിയാം ബാബുവിന്റെ മുഖത്തുള്ളതേ ബ്ലീച്ച് അടിച്ചിട്ടുള്ള ഒരു വളിപ്പ. കാരണം കട്ടു അത് പിടിക്കുകയും ചെയ്തു. ഇനിയിപ്പോ അത് മറയ്ക്കാൻ വേണ്ടി സുരേഷേ നിങ്ങൾ കണ്ടു കാണാം ടി വിയിൽ ഇങ്ങനെ ചോദിക്കുക. എന്താ പറയുക, കള്ളത്തരമാണ്. കാരണം പിടിക്കപ്പെട്ടു, മോട്ടിച്ചു പിടിക്കപ്പെട്ടു, ഇനിയിപ്പോൾ ഒരു അഭിനയം കാഴ്ചവെക്കുക. അങ്ങനെ വന്ന് പത്രക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ട് തുടങ്ങിയാണ്. എന്നാ പിന്നെ എല്ലാവരും വന്നോ, ഞാൻ എന്നാ പറഞ്ഞല്ലോ. അരങ്ങുകൾ ഉണർന്നു തന്നെ ഇരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പോകാം നാടകവേദിയിലേക്ക്.